അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉല്ലാസ് എന്ന് ഒരു ഐ ഡി, മിക്കവാറും അത് ഫേക്ക് ഐ ഡി ആയിരിക്കും. അപ്പോൾ അയാളുടെ ഒരു ചോദ്യമാണ്, എൻ്റെ ഫോളോവറാണ്. എന്താണെന്നറിയാം ചോദിക്കുന്നത്, 99% മുസ്ലിങ്ങളാണല്ലോ തീവ്രവാദികൾ എന്നാണ് അയാളുടെ വാദം. ഇത് നമ്മൾ പല രീതിയിലും കമൻറ്റ് ബോക്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ജെമിനിയോട് ചോദിക്കാൻ പറഞ്ഞു. പുള്ളി ചോദിക്കാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പം ജെമിനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കുക, വിശാലമായി ചിന്തിക്കുക, ഹൃദയത്തിൽ നിന്ന് മനുഷ്യരെ സ്നേഹിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് കേൾക്കാം. ഞാൻ ഓൾറെഡി ചോദിച്ചതാണ് കേട്ടോ. താങ്കളുടെ ഫോളോവേഴ്സ് ചോദിക്കുന്ന ഈ ചോദ്യം വളരെ ഗൗരവകരവും എന്നാൽ കൃത്യമായ മറുപടി അർഹിക്കുന്നതുമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വ്യക്തമായ മറുപടി താഴെ പറയുന്ന പോയിന്റുകളായി നൽകാം. ഗെമിനി എന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. 1. ഇസ്ലാം തീവ്രവാദത്തിന് എതിരാണ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തീവ്രവാദത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് ഒരാൾ ഒരു നിരപരാധിയെ കൊന്നാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. 2. ജനസംഖ്യയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും. ലോകത്ത് 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ഇതിൽ വളരെ ചെറിയൊരു ശതമാനം, 0.001% പോലും തികയാത്തവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ഒരു വലിയ സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. പല മുസ്ലിം രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ നടന്ന വിദേശ അധിനിവേശങ്ങളും യുദ്ധങ്ങളും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വഷളാക്കി. ഇത്തരം അരാജകത്വങ്ങളിൽ നിന്നാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ വളരുന്നത്. ഇത് മതപരമായ പ്രശ്നത്തെക്കാൾ ഇത് വളരാൻ ആരാണ് സാഹചര്യം ഉണ്ടാക്കിയത്? മനസ്സിലായ? യൂറോപ്പ് രാജ്യത്തിൽ നിന്ന് അവിടെ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രിയമായ പ്രശ്നമാണ്. 3. ഇരകൾ മുസ്ലിങ്ങൾ തന്നെയാണ്. തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ദുരിതം അനുഭവിക്കുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന ആരാണ് ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്? ഏതൊക്കെ രാജ്യം ഇല്ലാതായി പോയി? വസ്തുത പലരും മറന്നുപോകുന്നു. ഐസിസ് പോലുള്ള ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയത് മുസ്ലിം രാജ്യങ്ങളിലാണ്. തീവ്രവാദത്തിന് മതമില്ല എന്നതിന്റെ വലിയ തെളിവാണിത്. 4. മാധ്യമങ്ങളുടെ പങ്ക്. മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ചെയ്യുന്ന അക്രമങ്ങളെ പലപ്പോഴും വ്യക്തിപരമായ കുറ്റകൃത്യങ്ങളായി കാണുമ്പോൾ ഒരു മുസ്ലിം നാമധാരി ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയെ പെട്ടെന്ന് മതപരമായ തീവ്രവാദമായി ലേബൽ ചെയ്യാറുണ്ട്. ഈ വിവേചനം ജനങ്ങളുടെ മനസ്സിൽ തെറ്റായ ധാരണയുണ്ടാക്കുന്നു. 5. താങ്കൾക്ക് നൽകാവുന്ന മറുപടി. ഫോളോവേഴ്സിനോട് താങ്കൾക്ക് ഇങ്ങനെ പറയാം: ഒരു കാർ ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ നമ്മൾ ഡ്രൈവറെയാണ് കുറ്റം പറയുക, അല്ലാതെ ആ കാർ കമ്പനിയല്ല. അതുപോലെ ചില വ്യക്തികൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്ക് ആ മതത്തെയോ ആ മതത്തിലെ മുഴുവൻ ആളുകളെയോ കുറ്റം പറയുന്നത് നീതിയല്ല. എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് സഹജീവികളെ സഹായിക്കാനാണ്. അതാണ് ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നത്. ഹാരിസ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താങ്കൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ മറുപടി. മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിനെ നേരിട്ട് കാണുമ്പോൾ അവരുടെ ഇത്തരം ചോദ്യങ്ങൾ താനെ ഇല്ലാതാകും. അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളോടും പറയുന്നത്, ഒരിക്കലും കമൻറ്റ് ബോക്സുകളിൽ ഇവരോട് ഫൈറ്റിന് നിൽക്കരുത്. അത് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, നിങ്ങളോട് വിരോധമുണ്ടാക്കാനും മറ്റുള്ളവർ അവരോടൊപ്പം ചേർന്ന് ഈ മുസ്ലിങ്ങൾക്കെതിരെ കമൻറ്റുകൾ ഇടാനൊക്കെ അത് തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ട് വളരെ സമീപനം പാലിക്കുക. നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കമൻറ്റുകൾ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ജയ് ഹിന്ദ്, അത് നിങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏത് രീതിയിൽ നമ്മൾ രാജ്യത്തിനെതിരാണെന്നുള്ള രീതിയിൽ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ അടിക്കേണ്ട ഒരേ ഒരു കമൻ്റ് ഉള്ളൂ, ജയ് ഹിന്ദ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക.